ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നൊരു യാത്രയിലാണ്. എവിടേക്കാണെന്നല്ലേ? കോഫക്കാനിലേക്ക്. പടുകൂറ്റൻ മലനിരകൾ നിറഞ്ഞൊരു സ്ഥലം. ഷാർജ എമിറേറ്റ്സിൽപ്പെടുന്ന UAE ബോർഡർ. ഇതുപോലെ പടുകൂറ്റൻ പാറക്കെട്ടുകൾ തുരന്നുണ്ടാക്കിയ 5 ടണലുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. നാട്ടിലെ കുതിരാൻ തുരങ്കത്തു കൂടെ പോകാൻ പറ്റാത്ത വിഷമം ഇതിൽ കൂടെ പോയി ഇപ്പം അങ്ങോട്ട് മാറി. ഒത്തിരി ഹിസ്റ്ററികൾ നിറഞ്ഞൊരു സ്ഥലം കൂടിയാണ് കേട്ടോ കോഫക്കാൻ. നമ്മൾ പിന്നെ വലിയ ഹിസ്റ്ററി ഒന്നും ചെക്ക് ചെയ്യാനായിട്ട് പോയില്ല. പണ്ട് തൊട്ടേ അത് താല്പര്യമില്ല. ഹിസ്റ്ററി മാത്രമല്ല, അതിനേക്കാൾ മനോഹരമാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. നിങ്ങൾക്ക് തന്നെ കാണാം. എന്താ നോക്കിക്കേ, എന്ത് രസമല്ലേ കാണാനായിട്ട്. നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് കോഫകം ബീച്ചിലേക്കാണ് കേട്ടോ. ഈ ബീച്ചിനുകൊണ്ട് കേട്ടോ ഒത്തിരി കഥകൾ പറയാനായിട്ട്. ഇതാ എത്തിപ്പോയി കോഫക്കാൻ ബീച്ച്, അതായത് ഗൾഫ് ഓഫ് ഒമാൻ. കടലിൻ്റെ പേരാണ് കേട്ടോ ഗൾഫ് ഓഫ് ഒമാൻ. പണ്ട് കാലത്ത് ആളുകൾ ദുബായിലേക്ക് ഉരുവിലൊക്കെ വന്ന് ഇറങ്ങിയിരുന്ന ഒരു പോർട്ടാണ് കേട്ടോ അത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സ്ഥലം എപ്പോഴും. ഇവിടെ ഇപ്പോൾ കുറേ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ്, ടൂറിസം ഡെവലപ്മെൻറ്റ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ നോക്കത്താ ദൂരത്ത് പരന്ന് കിടക്കുന്ന ഈ ബീച്ചിൻ്റെ അങ്ങേ തലകയിലാണ് ഇറാൻ. ഈ കടലിൻ്റെ ചുറ്റും പടുകൂറ്റൻ പാറക്കെട്ടുകൾ തന്നെയാണ് കേട്ടോ. ആദ്യമേ പറഞ്ഞല്ലോ, UAE ബൗണ്ടറി കൂടിയാണ്. ഫുജേറയുടെ വളരെ അടുത്ത് കിടക്കുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഈ ബീച്ചിൻ്റെ അങ്ങേ തലക്കിലായിട്ട് കുറേ തെങ്ങുകൾ കണ്ടുട്ടോ ഞാൻ. നാട്ടിലെ തെങ്ങിൻ്റെ അത്ര പുഷ്ടിയില്ലെങ്കിലും സംഭവം കൊള്ളാം, കളറായിട്ടുണ്ട്. നമ്മുടെ കോഫക്കാൻ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കോഫക്കാൻ വാട്ടർ ഫോൾസും കോഫക്കാൻ ആംഫി തിയേറ്ററും ഒക്കെ ഉള്ളത് കേട്ടോ. ഈ വാട്ടർ ഫോൾസിൻ്റെ മുകളിൽ നല്ല വ്യൂ ഉള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ് കേട്ടോ. ഈവനിങ് ടൈം ആയതോടുകൂടി ഇവിടം ഫുൾ ക്രൗഡഡ് ആയി തുടങ്ങി. തിരിച്ചു പോരാൻ നേരം ഞാൻ നമ്മുടെ വാട്ടർഫോളിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. അപ്പം അതാ മാനത്തൊരു ചന്ദ്രക്കല. സംഭവം കളറായി. നിങ്ങൾക്ക് ഇഷ്ടമായ? എനിക്കിഷ്ടമായി. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ലൈക്കും കമൻറ്റും ചെയ്തേക്കും. അപ്പോൾ ഓക്കെ, ബൈ.